നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഭീകരതയുടെ ഇരുണ്ട പാതകളാണ്. നേരത്തെ ഗോരഖ്പൂർ, ജയ്പൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അൽഫലാഖുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലെത്തിയത്. അൽഫലാഖ് സർവകലാശാലയിലെ ഒരു മുൻ വിദ്യാർത്ഥി കൊടും ഭീകരനെന്ന തിരിച്ചറിവ്. അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സംഘടനകളുടെ ദീർഘകാലവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു രീതി വെളിപ്പെടുത്തുന്നു. അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ദേശവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ നിരവധി തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ. മുൻ വിദ്യാർത്ഥികളടക്കം സർവകലാശാലയിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികളെ ഈ ഭീകര ശൃംഖലയിലേക്ക് ആകർഷിക്കാൻ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടന്നു. അൽഫലാഖ് യൂണിവേഴ്സിറ്റി സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സിദ്ദിഖിയുമായി ബന്ധപ്പെട്ട് ഭീകര ശൃംഖലയുടെ നിരവധി തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ തുറന്നുകിട്ടി. ഭീകരബന്ധമുള്ള ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 52ഓളം പേർ സംശയനിഴലിലായി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അഹമ്മദ് സിദ്ദിഖിയിലേക്ക് സംശയം ശക്തമായത്. ജാവേദ് അഹമ്മദ് സിദ്ദിഖി നടത്തുന്ന ട്രസ്റ്റിന്റെ മറവിൽ 415 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഈ പണം ഭീകര ശൃംഖലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വകമാറ്റി ചെലവഴിച്ചു. ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസിലൂടെയും മറ്റ് ചാർജുകളിലൂടെയും ഈ തുക പിരിച്ചെടുത്തു. പിന്നീട് സങ്കീർണമായ അക്കൗണ്ടുകളുടെ ശൃംഖലയിലൂടെ ഈ തുക തട്ടിയെടുക്കുന്നതിൽ ബിരുദ കാട്ടി അഹമ്മദ് സിദ്ദിഖി. സിദ്ദിഖിയുടെ അടുത്ത കുടുംബാംഗങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. അവിടെ അവരെയൊക്കെ സുരക്ഷിതമാക്കി പാർപ്പിച്ചതിന് ശേഷം അഹമ്മദ് സിദ്ദിഖി പലപ്പോഴും ഇന്ത്യയിലെത്തും. ഫരീദാബാദിലെ അൽഫലാഖ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പകൽ മുഴുവൻ നടത്തിയ റെയ്ഡുകൾക്ക് ശേഷമാണ് ചൊവ്വാഴ്ച രാത്രി വൈകി സിദ്ദിഖിയെ കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച പുലർച്ചെ സാഖേതിയിലെ വസതിയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ശീതൾ ചൗധരി പ്രധാന മുൻപാകെ അഹമ്മദ് സിദ്ദിഖിയെ ഹാജരാക്കി. സിദ്ദിഖിയുടെ വിദേശ ബന്ധങ്ങൾ, ആരോപണ വിധേയനായ ഇയാളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, തീവ്രവാദ ബന്ധമുള്ള അന്വേഷണത്തിന്റെ ഗൗരവം എന്നിവ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാക്കുമെന്ന് അന്വേഷണ ഏജൻസി മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് 14 ദിവസ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനുവദിച്ചത്. ചൊവ്വാഴ്ച പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുകയും ഫണ്ട് ഒഴുക്കിന്റെ രീതികൾ, ഗുണഭോക്താക്കൾ, ഭീകരവാദ ധനസഹായത്തിൽ അൽഫലാഖുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പങ്ക് എന്നിവയെക്കുറിച്ചൊക്കെ സിദ്ദിഖിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. ഈ ചോദ്യം ചെയ്യലും അന്വേഷണവുമായി NIA പൂർണ്ണമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സഹകരിക്കുന്നു. അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 2 പതിറ്റാണ്ടുകളായി ഇത്തരം നിരവധി കേസുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരേ ഭീകര ശൃംഖലയുമായി ബന്ധമുള്ള 10 ഡോക്ടർമാരെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. ഈ ഡോക്ടർമാരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവരുടെ കുടുംബാംഗങ്ങൾ പോലും കളത്തിലില്ല. ഇവർ എങ്ങോട്ടേക്ക് പോയി എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ശക്തമാണ്. ഇവരുടെ തിരോധാനവും ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇന്ത്യൻ മുജാഹിദീനിലെ സജീവ അംഗവും അൽഫലാഖ് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് മിർസ ഷദാബ്. ഇയാളെക്കുറിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2008 അഹമ്മദാബാദ് സീരിയൽ സ്ഫോടനങ്ങളിൽ ഉൾപ്പെട്ട അതേ വർഷമാണ് ബേഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ബിടെക് പൂർത്തിയാക്കുന്നത്. ചുരുക്കത്തിൽ സർവകലാശാലയിൽ പഠിക്കുമ്പോൾ തന്നെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു വന്ന ഒരു യുവാവ്. അസംഘടയിലെ ബരീദി ഗ്രാമത്തിൽ നിന്നുള്ള മിർസ ഷദാബ് ബേഗ് കുടുംബത്തോടൊപ്പം മാജ കാലിഖ മൊഹല്ലയിൽ താമസിച്ചിരുന്നു. അസംഗഡ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചിൽഡ്രൻസ് സ്കൂളിൽ നിന്ന് PCM വിഷയങ്ങളിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കി. അതിനുശേഷമാണ് 2007 ഫരീദാബാദിലുള്ള അൽഫഹ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇയാൾ ചേരുന്നത്. പിന്നീട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. എന്നാൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഭീകര ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇയാൾ. 2008 ജയ്പൂർ സ്ഫോടനങ്ങളിൽ ഇയാൾക്ക് പ്രധാന പങ്കുണ്ട് എന്ന് NIA കണ്ടെത്തി. ജയ്പൂർ ആക്രമണത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ ബെഗ് അക്കാലത്ത് ഉടുപ്പിയിലേക്ക് പോയി. അവിടെ വെച്ച് അയാൾ ഇന്ത്യൻ മുജാഹിദീൻ കമാൻഡറായ റിയാസിനും
യാസിൻ ഫഡ്ലക്കിനും IEDകളിൽ ഉപയോഗിക്കുന്ന വലിയ അളവിൽ ഡിറ്റനേറ്ററുകളും മെറ്റൽ ബെയറിങ്ങുകളുമൊക്കെ നൽകി. തന്റെ എഞ്ചിനീയറിംഗ് പഠനവും അറിവുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഈ യുവാവ് ഉപയോഗപ്പെടുത്തി. ഇയാളുടെ എഞ്ചിനീയറിംഗ് പശ്ചാത്തലം ഇയാളെ ബോംബ് നിർമ്മാണ സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും ഉയർന്ന വൈദഗ്ധ്യമുള്ളവനാക്കി മാറ്റി. ഇതോടെ ഭീകര ശൃംഖലയിൽ ഇയാൾക്ക് പ്രത്യേക സ്ഥാനം. അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനങ്ങൾക്കും ഏകദേശം 15 ദിവസം മുൻപ് ബേഗ് ആ നഗരത്തിലെത്തിയെന്നാണ് NIA കണ്ടെത്തിയത്. IED ഫിറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ബോംബ് തയ്യാറാക്കൽ എന്നിവയിൽ ഇയാൾ നിർണായക പങ്ക് വഹിച്ചു. 2007 ഗോരഖ്പൂർ സ്ഫോടനങ്ങളിലും ഇയാളുടെ പേര് തന്നെയാണ് അന്ന് ഉയർന്നു വന്നത്. 6 പേർക്ക് പരിക്കേറ്റ 2007 ഗോരഖ്പൂർ സ്ഫോടനങ്ങളിലും മിർസ ഷതാബ് ബേഗിന് ബന്ധമുണ്ട്. ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദ്ദീൻ ശൃംഖലയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇയാളുടെ സ്വത്തുക്കൾ അന്ന് ഗോരഖ്പൂർ പോലീസ് കണ്ടുകെട്ടിയിരുന്നു. ഇത്തരം സ്ഫോടനങ്ങളിൽ പങ്കാളിയായ ബേഗിനെ അന്ന് അൽഫലാഖ് ബന്ധത്തിന്റെ പേരിൽ സംശയിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഭീകര ശൃംഖലയുടെ ചിത്രം പൂർണ്ണമായി പുറത്തുവരുമ്പോഴാണ് ബേഗിന് അൽഫലാഖ് സർവകലാശാലയുമായി ഉണ്ടായിരുന്ന ബന്ധവും അവിടെ പഠിക്കാനെത്തിയ തുടർ വിദ്യാർത്ഥികളുമായി ഇയാൾ പുലർത്തിയിരുന്ന സമ്പർക്കവുമൊക്കെ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടത്തിയ സ്ഫോടനങ്ങൾക്ക് ശേഷം 2008 മുതൽ ബേഗിനെ കാണാതായി. ഇയാളെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2019 ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്ന് അവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കണക്കുകൂട്ടി. നവംബർ 10 ചെങ്കോട്ടയിൽ നടന്ന വൻ സ്ഫോടനം. ഇതിനെ തുടർന്ന് അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 4 ഡോക്ടർമാർ അറസ്റ്റിലാകുന്നു. 10-11 ഭീകരവാദ മോഡ്യൂളുമായി ബന്ധമുള്ള നിരവധി തീവ്രവാദ ഡോക്ടർമാരെ കണ്ടെത്തി. ഇതോടെ വൈറ്റ് കോളർ മോഡ്യൂൾ ടെററിസത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു. വൈറ്റ് കോളർ ടെററിസം യാദൃശ്ചികമായി അൽഫലാഖ് സർവകലാശാലയിൽ സംഭവിച്ചതല്ലെന്നും ട്രസ്റ്റിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭീകര ശൃംഖലയുമായി ബന്ധമുണ്ടെന്നും തുടർന്ന് NIA കണ്ടെത്തി. തുടർന്നാണ് ട്രസ്റ്റി അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലാകുന്നത്. ഇതോടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വലിയൊരു രഹസ്യമാണ് പുറത്തെത്തിയത്. ഭീകരത പരിശീലിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന തലത്തിൽ ഏറെ കുപ്രസിദ്ധമായിരിക്കുന്നു അൽഫലാഖ് സർവകലാശാല ഇപ്പോൾ ഇന്ത്യയിൽ. വൻതോതിലുള്ള വഞ്ചന, വ്യാജ അക്രഡിറ്റേഷൻ അവകാശങ്ങൾ, സർവകലാശാല ഫണ്ട് വകമാറ്റൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അൽഫലാഖ് സർവകലാശാല സ്ഥാപകനും ചെയർമാനുമായ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ റിമാൻഡിൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. സിദ്ദിഖി നടത്തിയ കുറ്റകൃത്യങ്ങൾ ഗുരുതരമാണ് എന്ന് വിശേഷിപ്പിച്ച ഡൽഹി കോടതി ഇയാളെ 13 ദിവസ ED കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് കോടതിയും പറഞ്ഞു. 2018 2025 ഇടയിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സർവകലാശാല അതിന്റെ NAAC UGC അക്രഡിറ്റേഷൻ പദവി തെറ്റായി അവകാശവാദം ഉന്നയിച്ചു. ഇപ്രകാരം 415 കോടിയിലധികം രൂപയാണ് ഫീസിനത്തിൽ ഇവർ പിരിച്ചെടുത്തത്. പിന്നീട് ഈ ഫീസ് സിദ്ദിഖിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് വകമാറ്റി നൽകി. വഞ്ചന, ഫണ്ട് വകമാറ്റൽ, വഞ്ചനാപരമായ കരാറുകൾ എന്നിവയൊക്കെ ഇപ്പോൾ സിദ്ദിഖിയുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭീകരരെ കണ്ടെത്താനുള്ള മാപ്പിംഗ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും അടക്കമുള്ള ഏജൻസികൾ നടത്തിയത് 25ഓളം ഇടങ്ങളിൽ. ഡൽഹി, ഫരീദാബാദ്, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി 25 സ്ഥലങ്ങളിൽ ED സംഘങ്ങൾ റെയ്ഡ് നടത്തി. ഈ റെയ്ഡിൽ 48 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചെടുത്തു. 1-ലധികം ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഡസൻ കണക്കിന് രേഖകൾ, ഫണ്ട് വെളുപ്പിക്കൽ ഉൾപ്പെട്ട ഷെൽ കമ്പനികളുടെ തെളിവുകൾ എന്നിവ ED കണ്ടെത്തി. പ്രത്യേകിച്ച് ഓഫീസോ പൊതുവായ കോൺട്രാക്ട് വിശദാംശങ്ങളോ ഡയറക്ടർമാരുടെ ഓവർലാപ്പിംഗും ജീവനക്കാരുടെ HR രേഖകളുമില്ലാതെ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് അൽഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കുടുംബം നടത്തുന്ന കമ്പനികളിലേക്ക് വകമാറ്റിയതായി കണ്ടെത്തി ED. ഇതിനെ തുടർന്നാണ് ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന സാമ്പത്തിക മാർഗങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമാക്കിയത്. സിദ്ദിഖി അറസ്റ്റിലാകുന്നതിന് 1 ദിവസം മുൻപ് ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവുണ്ടായി NIA അന്വേഷണത്തിൽ. ആക്രമണത്തിന് ഏകദേശം 2 മാസം മുൻപ് ചെങ്കോട്ട ബോംബർ ഡോക്ടർ ഉമർ നബി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഏജൻസികൾക്ക് ലഭിക്കുന്നു. മോഡ്യൂളിലെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 28-കാരനായ പുൽവാമ ഡോക്ടർ ചാവേർ ബോംബിങ്ങിനെ ശാന്തമായി ന്യായീകരിക്കുന്ന ഒരു വീഡിയോ. ചെങ്കോട്ടയിൽ ആക്രമണം നടത്തുന്നതിന് ഏതാനും ദിവസം മുൻപ് പുൽവാമയിലുള്ള തന്റെ വീട്ടിൽ ഇയാൾ എത്തിയിരുന്നു. സഹോദരന്റെ പക്കൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ഫോണുകൾ ഇയാൾ കൈമാറി. പിന്നീട് ഉമർ നബിയുടെ കൂട്ടാളികളായ ഡോക്ടർമാരെ അടക്കം NIA കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയറിഞ്ഞ
ഉമറിന്റെ സഹോദരൻ ഈ ഫോണുകൾ പുഴയിലേക്ക് എറിഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ഉമറിന്റെ സഹോദരനെ കയ്യിലെടുക്കുകയും ഈ ഫോണുകളുടെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് സഹോദരൻ ചൂണ്ടിക്കാട്ടിയെടുത്തത് ഫോണുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടെടുക്കുന്നത്. സ്ഫോടനത്തിന് 10 ദിവസം മുൻപ് ഉമർ നബി നൂഹിൽ ഒളിച്ചിരുന്നു. അൽഫലാഖ് സർവകലാശാലയിലെ ഇലക്ട്രീഷ്യൻ ഷോയിബിന്റെ സഹോദരിയുടെ വീടാണ് നൂഹിൽ. ഈ വീട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ചെങ്കോട്ടയിലേക്ക് ഉമർ നബി പുറപ്പെട്ടത്. ഈ യാത്രകൾക്കും ചെങ്കോട്ട ആക്രമണത്തിനും ഒരു പൊതു സ്വഭാവം NIA കണ്ടെത്തി. എല്ലാറ്റിനും പിന്നിൽ ഒരേ ചരടിൽ കോർത്തതുപോലെ അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജീവനക്കാരുമൊക്കെ ഇടപെട്ടിരിക്കുന്നു. 26/11 മുംബൈ ഭീകരാക്രമണ മാതൃകയോട് സാമ്യമുള്ള വലിയൊരു ആക്രമണ പദ്ധതിക്കാണ് ഭീകരർ കോപ്പുകൂട്ടിയത് എന്ന് NIA തിരിച്ചറിഞ്ഞു. പുൽവാമ, ഷോപ്പിയാൻ, അനന്തനാഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീവ്രവാദ ഡോക്ടർമാർ ഒരു വൈറ്റ് കോളർ ഭീകര മോഡ്യൂൾ രൂപീകരിച്ച് ഡൽഹി NCR പ്രദേശത്തെ ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്, ഗൗരി ശങ്കർ ക്ഷേത്രം, പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ ലക്ഷ്യമിട്ട് തീവ്രവാദി ആക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്നു. ഡൽഹി, ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ ഒരേ സമയം ഭീകരാക്രമണം നടത്തുകയായിരുന്നു ഇവരുടെ പദ്ധതി. 200-ലധികം IEDകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ചെങ്കോട്ട സ്ഫോടനത്തിന് മാത്രമല്ല, എല്ലാ സ്ഫോടന പദ്ധതികൾക്കും ഇവർ ആലോചന നടത്തിയത് അൽഫലാഖ് സർവകലാശാലയിലെ 17-ാം നമ്പർ കെട്ടിടത്തിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ച്. ഡോക്ടർ മുസമ്മിലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ മുറി ഭീകര സംഘത്തിന്റെ ആസ്ഥാനമായി മാറി. ഡൽഹിയിലും UPയിലുമൊക്കെ ബോംബാക്രമണങ്ങൾ ഇവർ പദ്ധതിയിട്ടു. സംഘത്തിലുള്ള ഡോക്ടർ ഷഹീന സയ്യിദ് ഓപ്പറേഷന് കൂടുതൽ മരുന്ന് കരുതണമെന്ന് മെസ്സേജുകൾ അയച്ചു തന്റെ കൂട്ടാളികൾക്ക്. D6 എന്ന് പേരിട്ടുള്ള ഭീകരാക്രമണ പദ്ധതി 6 പ്രദേശങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഒരേ സമയം ഇവർ ലക്ഷ്യമിട്ടത്. സിദ്ദിഖി സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായി 1995-ലാണ് അൽഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത്. 1990 മുതൽ ട്രസ്റ്റും അതിന്റെ സ്ഥാപനങ്ങളും അതിവേഗം വളർന്നു. ഈ വളർച്ചയ്ക്ക് അനുസൃതമായ സാമ്പത്തിക രേഖകൾ ഇല്ല എന്നിപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഈ പണം എങ്ങോട്ടേക്കാണ് ഇവർ വകമാറ്റിയത്? കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ വകമാറ്റുകയും ട്രസ്റ്റിൽ നിന്നുള്ള ഫണ്ടുകൾ കുടുംബത്തിന്റെ കമ്പനിയിലേക്ക് വകമാറ്റുകയും ചെയ്തുവെന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇപ്പോൾ കണ്ടെത്തി. ചെങ്കോട്ട സ്ഫോടനത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന അവകാശവാദവുമായി പാക് രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തി. പാക് അധിനിവേശ കാശ്മീരിലെ നേതാവ് ചൗധരി അൻവർ ഉൽ ഹക്കാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. നിങ്ങൾ ബലൂചിസ്ഥാനെ രക്തത്തിൽ മുക്കുന്നത് തുടർന്നാൽ ഞങ്ങൾ ഇന്ത്യയെ ചെങ്കോട്ട മുതൽ കാശ്മീർ വരെ ആക്രമിക്കുമെന്ന് ഇയാൾ മുൻപ് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ധൈര്യമുള്ള ആളുകൾ അതൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കി. അൽഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അടക്കം 10 പേരെ ഇപ്പോൾ കാണാനില്ല എന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ. 3 കാശ്മീർ സ്വദേശികൾ ഈ കൂട്ടത്തിലുണ്ട്. ചെങ്കോട്ടയ്ക്ക് മുന്നിലെ സ്ഫോടനവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇവർ അപ്രത്യക്ഷരായത്. കാണാതായവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ. ഇവർക്ക് ഭീകരബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. ഏറ്റവും ശക്തമായ തലത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല. പരമാവധി തയ്യാറെടുപ്പുകളിലും ജാഗ്രതയിലുമാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം ആക്രമണങ്ങൾ തുടരാൻ ഇന്ത്യക്ക് കഴിയും. അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയില്ല. 88 മണിക്കൂർ നീണ്ട ട്രെയിലർ എന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിശേഷിപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ഇസ്ലാമാബാദ് ശ്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകിയത്. രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയെന്ന് വ്യക്തം. ഇന്ത്യ നടുങ്ങുന്ന വിവരങ്ങൾ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ ശത്രുതയോടെ ഭീകരാക്രമണങ്ങൾ പദ്ധതിയിടുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാരെയാണ് കാണുന്നത്. അതിലപ്പുറം പാകിസ്ഥാൻ കുപ്പായമണിഞ്ഞ ഇന്ത്യക്കാർ. ഇവർ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഭീകരതയെ കയറ്റുമതി ചെയ്യുന്നതിനോടൊപ്പം ഭീകരതയെ മറ്റൊരു രാജ്യത്ത് വളർത്താൻ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.